Next topic is software architectural design. Okay, so നമുക്ക് സോഫ്റ്റ്വെയറിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്താണ് ആൻഡ് വാട്ട് ഈസ് ദ നീഡ് ഫോർ ആർക്കിടെക്ചറൽ ഡിസൈൻ അതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, ദ സോഫ്റ്റ്വെയർ നീഡ്സ് ആർക്കിടെക്ചറൽ ഡിസൈൻ ടു റെപ്രസെൻറ്റ് ദ ഡിസൈൻ ഓഫ് സോഫ്റ്റ്വെയർ. അപ്പോൾ ശരിക്കും നമുക്ക് അപ്പോൾ ടേമിൽ തന്നെ ഉണ്ടല്ലേ ആർക്കിടെക്ചറൽ ഡിസൈൻ. അപ്പം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഹാർഡ്വെയർസ് ഉണ്ട്, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡിസൈൻ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ആർക്കിടെക്ചർ ഡിസൈനിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിസൈൻ ഫേസ് ഉണ്ടാവും. അതിൽ ഹാർഡ്വെയർ ഡിസൈൻ, അതിൽ ഹാർഡ്വെയർസ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ ഡിസൈൻ അല്ലേ, വാട്ട് ആർ ദ വേരിയസ് സോഫ്റ്റ്വെയർസ് യൂസ്, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർഫേസ് ഡിസൈൻ അല്ലേ. നമ്മൾ അതുപോലെ നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിനെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഡിസൈന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഹൗ ഡാറ്റാസ് ആർ അറേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ വേരിയസ് കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇത് കേട്ടോ. ഓക്കെ, IEEE നമുക്കറിയാമല്ലോ അല്ലേ. IEEE ആണ് പല സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തന്നെ ഫോർമൽ ഡെഫിനിഷനൊക്കെ IEEE തന്നെയായിരുന്നു അല്ലേ. സോ IEEE ഡിഫൈൻസ് ആർക്കിടെക്ചറൽ ഡിസൈൻ ആസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് എ കളക്ഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പണൻസ് ആൻഡ് ദ ഇൻ്റർഫേസസ് ടു എസ്റ്റാബ്ലിഷ് ദ ഫ്രെയിംവർക്ക് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. നേരത്തെ പറഞ്ഞ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഓഫ് ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസസ് എന്തൊക്കെയാണോ അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആർക്കിടെക്ചറൽ ഡിസൈൻ. The software that is built for computer-based systems can exhibit one of these many architectural styles. നമുക്ക് കുറേ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഇവിടെ പറയുന്നുണ്ട്, താഴെ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. അപ്പം ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ താഴെ കണ്ട ഏതെങ്കിലും ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, ആൻഡ് ഈ നമ്മൾ കാണാൻ പോകുന്ന ഡിഫറെൻറ്റ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഉണ്ടല്ലോ, ആ ആർക്കിടെക്ചറൽ സ്റ്റൈൽസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കമ്പണൻസ് ദാറ്റ് വിൽ പെർഫോം എ ഫങ്ഷൻ റിക്വയർഡ് ബൈ ദ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫങ്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ എന്തൊക്കെ കമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ എന്തിൽ കാണിക്കും, ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ കാണിക്കും. ഓക്കെ, ദെൻ ദ സെറ്റ് ഓഫ് കണക്റ്റേഴ്സ് വിൽ ഹെൽപ്പ് ഇൻ coordination, communication and cooperation between the components. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഈ കമ്പണൻസിൻ്റെ ഇടയിലുള്ള ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവർ കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ഈ കമ്പണൻസിൻ്റെ ഇടയിലൊരു സെറ്റ് ഓഫ് കണക്റ്റേഴ്സ്, നമ്മൾ ലൈൻസ് വെച്ച് കൊടുക്കുന്നില്ലേ ലിങ്ക്സ്, അതുതന്നെയാണ് സെറ്റ് ഓഫ് കണക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താ കാണിക്കുക, ദ കണ്ടീഷൻ ദാറ്റ് ഹൗ കമ്പണൻസ് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് ടു ഫോം ദ സിസ്റ്റം. എന്ത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പണൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു വേറൊരു കമ്പണൻ്റായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ വാട്ട് കണ്ടീഷൻ ദ വേരിയസ് കമ്പണൻസ് ആർ ഇൻറ്റഗ്രേറ്റഡ്, അതും ഈ ഫിഗറിൽ കാണിക്കും. And finally, the semantic model that help the designer to understand the overall properties of the system. So, ഒരു സെമാൻറ്റിക് മോഡൽ ഉണ്ടാവും. സെമാൻറ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ മീനിങ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെഫിനിഷൻ തരുന്ന ഒരു മോഡൽ. അതെന്താണ്, ഡിസൈനർക്ക് എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെമാൻറ്റിക് മോഡലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഏതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാലും അതിലുണ്ടാവുന്ന ബേസിക് 4 കമ്പണൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഡാറ്റാ സെൻറ്റേർഡ് ആർക്കിടെക്ചേഴ്സ്. ഓക്കെ, ഡാറ്റാ സെൻറ്റർ നമുക്ക് അതിൽ തന്നെ ഉണ്ട് അല്ലേ. ആർക്കിടെക്ചർ ഇസ് ബേസ്ഡ് ഓൺ ദി ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ നമ്മൾ വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
A data store will reside at the center of this architecture and is accessed frequently by the other components that update, add, delete or modify the data present within the store. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു സ്റ്റൈലിൽ എന്താണ് ഇതിൻ്റെ മിഡിൽ അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് എ ഡാറ്റ സ്റ്റോർ അല്ലെങ്കിൽ ഡാറ്റാ ബേസ് ആയിരിക്കും അല്ലേ. ഡാറ്റ സ്റ്റോർ ഓർ ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ വേർ വി സ്റ്റോർ ദി ഡാറ്റ. അപ്പോൾ ഡാറ്റേനെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും സെൻട്രൽ എന്താ ഉണ്ടാവും ഒരു ഡാറ്റ സ്റ്റോർ ഉണ്ടാവും. ദെൻ അതിൻ്റെ ചുറ്റും എന്താ പറയുന്നത് ദ വേരിയസ് കമ്പണൻസ് ദാറ്റ് ആക്സസ് ദ ഡാറ്റ അല്ലെങ്കിൽ ദാറ്റ് മോഡിഫൈസ് ദ ഡാറ്റ. ഈ ഡാറ്റേനെ ആക്സസ് ചെയ്യാം, മോഡിഫൈ ചെയ്യുന്നുണ്ടാവും, അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും, ഡിലീറ്റ്, അങ്ങനെ പല ഓപ്പറേഷൻസും നടക്കുന്നുണ്ടാവും അല്ലേ. അത് അങ്ങനെ യൂസ് ചെയ്യുന്ന കമ്പണൻസ് ആയിരിക്കും ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. Okay, the figure illustrates a typical data-centered style. Consider the client software access a central repository. Variation of this approach are used to transform the repository into a blackboard when data related to client or data of interest for the client change the notification to client software. This is client server architecture. ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ മിഡിലിൽ എന്താ ഉണ്ടാവുക ഒരു ക്ലയൻറ്റ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. ഈ മിഡിൽ നമുക്ക് സെർവർ ഉണ്ടാവും, അതിന് ചുറ്റും ക്ലയൻറ്റ് ഉണ്ടാവും അല്ലേ. ഈ സെർവർ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ശരിക്കും ഡാറ്റ സെൻറ്റർ ആർക്കിടെക്ചറിൽ വരുന്നതാണ് ക്ലയൻറ്റ് സെർവർ. ആക്ച്വലി സെർവർ എന്ന് പറഞ്ഞാൽ എന്താ ഡാറ്റയാണ് അല്ലേ. സെർവർ നമ്മൾ ഏതൊരു സെർവർ എന്ന് പറഞ്ഞാൽ അതിലെന്താ ഉണ്ടാവുക ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. സോ നടുവിൽ ഡാറ്റ ഉണ്ടാവും, ചുറ്റും എന്താ ഉണ്ടാവുക കുറേ ക്ലയൻറ്റ് സിസ്റ്റംസ് ഉണ്ടാവും. ആൻഡ് ക്ലയൻറ്റ് സിസ്റ്റംസ് എന്താ ചെയ്യുന്നത് ഈ സെർവറിലുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ ഡാറ്റേൻ്റെ മുകളിൽ മാനിപ്പുലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മളെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് നമ്മളെ ഡാറ്റ സെൻറ്റേർഡ് ആർക്കിടെക്ചേഴ്സാണ് കേട്ടോ. എൻ്റെ ഫിഗർ നോക്കട്ടെ, ഞാൻ പറഞ്ഞ ആ ഒരു ഫിഗർ ഇതിൽ നോക്കൂ. ഇതൊരു ക്ലയൻറ്റ് സെർവർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ നടുവിൽ എന്താ വരുന്നത് ഡാറ്റാ സ്റ്റോർ എന്ന് പറയുന്നതാണ് നമ്മുടെ സെർവർ. അതിൻ്റെ ചുറ്റും എന്താ വരുന്നത് കുറേ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. ആൻഡ് ദീസ് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് വിൽ മാനിപ്പുലേറ്റ് ദ ഡാറ്റ ഇൻ ദി ഡാറ്റാ സ്റ്റോർ. ശരിയല്ലേ. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നതാണ് കേട്ടോ ഡാറ്റാ സെൻറ്റർ ആർക്കിടെക്ചറിൻ്റെ. ദെൻ ദിസ് ഡാറ്റാ സെൻറ്റേർഡ് ആർക്കിടെക്ചർ വിൽ പ്രൊമോട്ട് ഇൻറ്റഗ്രബിലിറ്റി. This means that the existing components can be changed and new client components can be added to the architecture without the permission or concern of other clients. ഈ ഡാറ്റാ സെൻറ്റേർഡ് ആർക്കിടെക്ചറിൽ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റഗ്രബിലിറ്റി. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ആഡ് ചെയ്യുക ഡിലീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 ക്ലയൻറ്റ് സിസ്റ്റം ഉള്ളതെന്ന് വിചാരിക്കുക, നമുക്ക് വേണമെങ്കിൽ അതിൽ 1-2 എണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യാം വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് അതർ ക്ലയൻറ്റ്സ്. വേറെ ക്ലയൻസിൻ്റെ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അതിലേക്ക് അഡീഷണൽ ആയിട്ട് ക്ലയൻറ്റ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഡാറ്റ ക്യാൻ ബി പാസ്ഡ് അമംഗ് ക്ലയൻറ്റ്സ് യൂസിങ് ബ്ലാക്ക് ബോർഡ് മെക്കാനിസം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാറ്റ പാസ് ചെയ്യുന്നത് ബ്ലാക്ക് ബോർഡ് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഡയറക്റ്റ്ലി അങ്ങനെയുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. സോ അങ്ങനെ ഡാറ്റാസ് നമുക്ക് പാസ് ചെയ്യാനും പറ്റും. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റൈൽ, ദാറ്റ് ഇസ് ഡാറ്റാ സെൻറ്റേർഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ. ഓക്കെ, ഈ ഒരു ഫിഗർ വേണം കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചർ അല്ലേ. ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചർ നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം എന്തായാലും ഉണ്ടാവുക ദ ഫ്ലോ ഓഫ് ഡാറ്റ. So this kind of architecture is used when input data to be transformed into output data through a series of computational manipulative components. നമുക്ക് ഇവിടെ എന്താണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിനെ അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് ഉണ്ട്, ആ ഒരു ഇൻപുട്ട് കൊടുത്ത് നമുക്ക് വേറൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റംസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അതാ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് ഇൻപുട്ട് എടുത്തു, ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പ്രോസസ്സിങ് നടത്തി ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തും. അതിൽ ഡാറ്റേൻ്റെ ഫ്ലോ ആണ് കാണിക്കുന്നത്, അല്ലാണ്ട് വെറും ഡാറ്റയല്ല. ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഡാറ്റ ഇതിലൂടെയൊക്കെ ഫ്ലോ ചെയ്തിട്ട് എവിടെ എത്തണം അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ പോയിട്ട് എന്ത് റിസൾട്ടിലാണ് എത്തേണ്ടത് എന്നുള്ള കാണിക്കുന്ന സ്റ്റെപ്സാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ വരിക കേട്ടോ. ഓക്കെ, the figure represents pipe and filter architecture since it uses both pipe and filter, and it has a set of components called filters connected by pipes. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
രണ്ട് കമ്പണൻസ് ആണ്, ഒന്ന് ഫിൽറ്റേഴ്സും ഒന്ന് പൈപ്പും. കണ്ടില്ലേ നിങ്ങൾ, ഫിൽറ്റേഴ്സും ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ലൈൻസിന് നമ്മൾ പൈപ്പ്സ് എന്ന് പറയുക കേട്ടോ. സോ നമ്മൾ എന്താ ഉണ്ടാകുന്നത്, ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് ഈ ഫിൽറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ്സും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ pipes. Okay, pipes are used to transmit data from one component to the next. ഒരു കമ്പണൻറ്റിന് നെക്സ്റ്റ് കമ്പണൻറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പൈപ്സ്. ആൻഡ് ഈച്ച് ഫിൽറ്റർ വിൽ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇസ് ഡിസൈൻ ടു ടേക്ക് ഡാറ്റ ഇൻപുട്ട് ഓഫ് എ സർട്ടൻ ഫോം ആൻഡ് പ്രൊഡ്യൂസസ് ഡാറ്റ ഔട്ട്പുട്ട് ടു ദി നെക്സ്റ്റ് ഫിൽറ്റർ of a specified form, and the filters don't require any knowledge of the working of neighboring filters. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഏതൊരു ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഫിൽറ്ററിന് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് പ്രോസസ്സിങ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ഫിൽറ്റേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് ഫോമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫിൽറ്റർ എന്താ ചെയ്യുന്നത്, ഒരു ഡാറ്റ ഇൻപുട്ട് ആയിട്ട് എടുക്കും, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് ആ ഫിൽറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഫോമാറ്റിലായിരിക്കും ഡാറ്റ കിട്ടുക, ഇൻപുട്ടായിട്ട് കിട്ടുക. ആ ഡാറ്റേനെ എടുക്കും, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യും, ദെൻ നെക്സ്റ്റ് ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ നെക്സ്റ്റ് ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യേണ്ട ഫോമാറ്റിലേക്ക് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഈ ഓരോ ഫിൽറ്ററും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഫിൽറ്റർ വേറൊരു ഫിൽറ്ററിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ if the data flow degenerates into a single line of transforms, then it is termed as batch sequential. This structure accepts a batch of data and then applies a series of sequential components to transform it. ഇപ്പോൾ ഡാറ്റ നമ്മൾ ഒരു സിംഗിൾ ലൈനിലൂടെ മാത്രമാണ്, ഇതിവിടെ കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ലൈൻസിലൂടെ പോവുക ചെയ്യുന്നത് അല്ലേ, കണ്ടോ, ഒരു സെക്കൻഡ് ഫിൽറ്റർ മുതൽക്ക് എന്താണ് മൾട്ടിപ്പിൾ ഇതിലേക്കാണ് പോകുന്നത്. ഇനി 1 by 1 ആയിട്ട് ഒരു ഫിൽറ്ററിന് അടുത്ത ഫിൽറ്റർ അങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഡാറ്റ ഫ്ലോ നമുക്കൊരു സിംഗിൾ ലൈനിലൂടെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ ബാച്ച് സീക്വൻഷ്യൽ 1 by 1 ആയിട്ട്. അപ്പോൾ ഒരു ഫിൽറ്റർ എക്സിക്യൂട്ട് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോം ടു ദ നെക്സ്റ്റ് ഫിൽറ്റർ, അങ്ങനെ 1 by 1 ആയിട്ട് ഇതിൽ കുറച്ച് നമുക്ക് സീക്വൻഷ്യലായിട്ടും കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നതിന് നമ്മൾ ബാച്ച് സീക്വൻഷ്യൽ എന്നാണ് പറയുക. ഓക്കെ, ബാച്ച് സീക്വൻഷ്യൽ എന്താണ്, ഓരോ സീരീസ് ഓഫ് ഫിൽറ്റേഴ്സിലൂടെ ആയിരിക്കും ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗറുമാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഡാറ്റ ഫ്ലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ് കോൾ ആൻഡ് റിട്ടേൺ ആർക്കിടെക്ചർ. And it is used to create a program that is easy to scale and modify. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് എല്ലാ പ്രോഗ്രാമും ഈസിലി ചേഞ്ചബിൾ അല്ലെങ്കിൽ ഈസിലി മോഡിഫയബിൾ ആവണമെന്നില്ല അല്ലേ. പല ചേഞ്ചസും ചിലതിലൊക്കെ നമുക്ക് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ തന്നെ ഇറ്റ് മേ ടേക്ക് അവേഴ്സ് ആൻഡ് ഡേയ്സ് അല്ലേ. ചില വലിയ വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെങ്കിൽ ചിലതിൽ, പക്ഷേ ചില സോഫ്റ്റ്വെയർസ് നമുക്ക് ഈസിലി മോഡിഫയബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈസിലി സ്കെയിലബിൾ ആൻഡ് ഈസിലി മോഡിഫയബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് എന്ത്, കോൾ ആൻഡ് റിട്ടേൺ ആർക്കിടെക്ചേഴ്സ്. മെനി സബ് സ്റ്റൈൽസ് എക്സിസ്റ്റ് വിത്തിൻ ദിസ് കാറ്റഗറി ആൻഡ് 2 of them പറയുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ റിമോട്ട് പ്രൊസീജിയർ കോൾ ആർക്കിടെക്ചർ. ഇതിൽ രണ്ടെണ്ണം ഇല്ല, ഒരൊറ്റ കാറ്റഗറിയെ പറയണുള്ളൂ കേട്ടോ, ഞാനത് നോക്കി. ഓക്കെ, അതിൽ വരുന്ന ഒന്നാണ് നമ്മുടെ റിമോട്ട് പ്രൊസീജിയർ കോൾ ആർക്കിടെക്ചർ. റിമോട്ട് പ്രൊസീജിയർ കോൾ RPC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, റിമോട്ട് പ്രൊസീജിയർ കോൾ. ദിസ് കമ്പണൻറ്റ് ഈസ് യൂസ്ഡ് പ്രസൻറ്റ് ഇൻ എ മെയിൻ പ്രോഗ്രാം ഓർ സബ് പ്രോഗ്രാം ആർക്കിടെക്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ റിമോട്ടായിട്ടാണ് പ്രൊസീജിയേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ തന്നെ സബ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിലും അതിൻ്റെ സബ് പ്രോഗ്രാംസ് വേറെ പല കമ്പ്യൂട്ടേഴ്സിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് remote procedure called architecture, and this remote procedure called architecture comes under call and return architecture. Call and return architecture ന് അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇതേ ഇതിൽ പറയുന്നുള്ളൂ, വേറെ ഇല്ല. ഓക്കെ, പിന്നെ
next architecture style is main program or subprogram architectures. The main program structure decomposes into number of subprograms or functions into a control hierarchy. നമുക്കറിയാലോ അല്ലേ, മെയിൻ പ്രോഗ്രാം ഏതൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രോഗ്രാമിന് ആസ് സച്ച് ഒറ്റയടിക്കല്ലേ എഴുതുക ചെയ്യുന്നത് അല്ലേ. എന്താ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ മെയിൻ പ്രോഗ്രാമും അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ സബ് പ്രോഗ്രാംസും ആയിട്ട് നമ്മളെല്ലാ ഇൻസ്ട്രക്ഷനെയും ഡിവൈഡ് ചെയ്യും. നിങ്ങൾ ഫങ്ഷൻസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഒന്ന് റിഡൻഡൻസി ഒഴിവാക്കാനായിക്കോട്ടെ, പിന്നെ നമ്മുടെ എറർ ചെക്കിങ് കുറച്ചും കൂടി ഈസി ആക്കാനും അല്ലെങ്കിൽ എറേഴ്സ് കുറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ കോഡ് റീയൂസബിലിറ്റിയൊക്കെ ചെയ്യുന്നതാണ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ എഴുതുക എന്നുള്ളത്. സോ നമ്മൾ പ്രോഗ്രാമിന് എപ്പോഴും എങ്ങനെയാണ്, ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ടാവും ആൻഡ് നമ്പർ ഓഫ് സബ് പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലേ. ഇനി മെയിൻ പ്രോഗ്രാം കണ്ടെയ്ൻസ് നമ്പർ ഓഫ് സബ് പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ഇൻവോക്ക് അതർ കമ്പണൻസ്. നമുക്കറിയാലോ, ഒരു മെയിൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ കുറേ സബ് പ്രോഗ്രാംസ് ഉണ്ടാവും, അതിനൊക്കെ ഈ ഓരോ സബ് പ്രോഗ്രാംസും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ് പ്രോഗ്രാംസ് ആയിരിക്കും അല്ലേ. സോ മെയിൻ പ്രോഗ്രാം നമ്മൾ എന്താ ചെയ്യുക, സബ് പ്രോഗ്രാംസിനെ കോൾ ചെയ്യും ആൻഡ് ഈച്ച് സബ് പ്രോഗ്രാം വിൽ ഇൻവോക്ക് സർട്ടൻ കണ്ടൻറ്റ്. ആ സബ് പ്രോഗ്രാമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പണൻ്റ് എന്താണോ അതിനെ ഇൻവോക്ക് ചെയ്യാണ് ചെയ്യുക അല്ലേ. അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ്. മെയിൻ പ്രോഗ്രാം ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു കുറേ കൺട്രോൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈച്ച് കൺട്രോൾ സബ് പ്രോഗ്രാം ഇസ് ഡിവൈഡഡ് അഗെയിൻ ഇൻറ്റു ആപ്ലിക്കേഷൻ സബ് പ്രോഗ്രാംസ്. കണ്ടോ, ജസ്റ്റ് ഒരു മോഡുലാർ സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ. ദ കമ്പണൻസ് ഓഫ് എ സിസ്റ്റം എൻകാപ്സുലേറ്റ് ഡാറ്റ ആൻഡ് ഓപ്പറേഷൻ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു മാനിപ്പുലേറ്റ് ദ ഡാറ്റ. അപ്പോൾ ഇവിടെ എന്താണ്, ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് അല്ലേ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ ആർക്കിടെക്ചർ സ്റ്റൈൽ ഉള്ളത്. ഇതിലെന്താണ്, സിസ്റ്റത്തിന് എങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസും അതുപോലെ ആ ഓരോ ഡാറ്റേൻ്റെ മുകളിൽ നടക്കുന്ന ഓപ്പറേഷനെയും കൂടി എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ. ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിൽ ആ സിസ്റ്റത്തിൽ വരുന്ന എവറി ഡാറ്റ ആൻഡ് ദെയർ ഓപ്പറേഷൻ ആർ എൻകാപ്സുലേറ്റഡ് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട്, അതാണ് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്, ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, the coordination and communication between the components are established via the message passing. നമുക്കറിയാലോ, ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ പാസിങ് മെസ്സേജസ് അല്ലേ. നമുക്കറിയാം, അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കമ്പണൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒബ്ജക്ട്സ് ആയിരിക്കും അല്ലേ. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് കമ്പണൻസ് ആർ എസ്റ്റാബ്ലിഷ് യൂസിങ് മെസ്സേജ് പാസിങ് വഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലെയേർഡ് ആർക്കിടെക്ചർ. എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഡിഫൈൻഡ് വിത്ത് ഈച്ച് ലെയർ പെർഫോമിങ് എ വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ. ഇവിടെ എന്താണ്, ലെയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഒരു സിസ്റ്റത്തിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റിയും ഓരോ ലെയേഴ്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓരോ ലെയറും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന ലെയർ ആയിരിക്കും. ഓക്കെ, each layer will do some operations that becomes closer to machine instruction set progressively. അപ്പോൾ ഓരോ ലെയറിന് ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും, അത് മെഷീൻ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ക്ലോസർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ഈ ഓരോ ലെയറും പെർഫോം ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദ ഔട്ടർ ലെയർ കമ്പണൻസ് വിൽ റിസീവ് ദ യൂസർ ഇൻ്റർഫേസ് operations and at the inner layers components will perform the operating system interfacing. അപ്പം ഈ ലെയർ ആർക്കിടെക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കോർ ലെയർ ഉണ്ട്, യൂട്ടിലിറ്റി ലെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട് ആൻഡ് യൂസർ ഇൻ്റർഫേസ് ലെയർ ഉണ്ട്. കണ്ടോ, ഇതിൽ ഏറ്റവും ഔട്ട്സൈഡ് വരുന്ന ലെയറാണ് യൂസർ ഇൻ്റർഫേസ് ലെയർ ആൻഡ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി യൂസർ ഇൻ്റർഫേസ്. നമ്മൾ യൂസർ ഇൻ്റർഫേസ് ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലെയറാണ് യൂസർ ഇൻ്റർഫേസ് ലെയർ. ആൻഡ് ഏറ്റവും നടുവിൽ വരുന്ന കോർ ലെയറിലെ അല്ലെങ്കിൽ ദാറ്റ് പെർഫോംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് കോർ ലെയർ പെർഫോം ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലെയേഴ്സ് ആർ യൂസ് ടു യൂട്ടിലിറ്റി സർവീസ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫങ്ഷൻസ്. പിന്നെ ഇൻ്റർമീഡിയറ്റിൽ 2 ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഒന്ന് യൂട്ടിലിറ്റി ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേത് ആപ്ലിക്കേഷൻ ലെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന വേരിയസ്
ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറും വേണം കേട്ടോ. ഇത് ലെയർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഫിഗറാണ്. ഓക്കെ.